ഓം ശാന്തി. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നമ്മൾ മനസ്സിൻ്റെ അഥവാ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി തടസ്സമായി നിൽക്കുന്ന 2 മതിൽക്കെട്ടുകൾ ഏതെന്നും അതിൽ ഏത് 2 മതിൽക്കെട്ടിനെ എങ്ങനെ നമ്മൾ പൊട്ടിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. 2ാമത്തെ ദിവസം നമ്മൾ മനസ്സ് എങ്ങനെയെല്ലാം നമ്മുടെ ജീവിതത്തിൽ മായാജാലം സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് കുറച്ചുകൂടെ നമ്മളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. കാരണം ഈ യാത്രയ്ക്കൊരു ഉദ്ദേശമുണ്ട്. തീർച്ചയായിട്ടും 21 ദിവസം എന്ന് പറയുന്നത് ഒരു മാജിക്കൽ നമ്പറാണ് എന്ന് ഞാൻ പല ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്നും പല ട്രെയിനേഴ്സിൽ നിന്നും പല ടീച്ചേഴ്സിൽ നിന്നും പലരിൽ നിന്നും പഠിച്ചതായിരിക്കുന്ന, പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവത്തിൽ പ്രാവർത്തികമാക്കിയതായിരിക്കുന്ന ഒരു മാജിക്കൽ നമ്പറാണ് 21 എന്നത്. 21 എന്ന ഒരൊറ്റ നമ്പറിന് എന്തുകൊണ്ട് ഇത്രമാത്രം പ്രാധാന്യം എന്നാണോ? തീർച്ചയായിട്ടും 1ഉം 2ഉം എന്നത് മറച്ചിട്ട് 2ഉം 1 ആകുന്ന ഈ നമ്പറിൽ അഥവാ 21 തവണ ഒരു കാര്യം പല പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൻ്റെ ആക്കവും തൂക്കവും അനുസരിച്ച് എന്ന് വേണമെങ്കിൽ സിമ്പിളായിട്ട് പറയാം. ചില കാര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ ആർജിക്കാനുള്ള യാത്രയിൽ 21 തവണയിൽ ഒരു ദിവസം ഒരു തവണ എന്നുള്ള ആധാരത്തിൽ എന്നുവെച്ചാൽ ഏത് ലക്ഷ്യത്തിലേക്കുള്ളതായിട്ടുള്ള യാത്ര, ആ നേടാൻ പോകുന്ന ലക്ഷ്യത്തിൻ്റെ ഡെപ്ത് എത്രയുണ്ട്, അത് എത്ര വിശാലമാണോ എന്നതിൻ്റെ ആധാരത്തിൽ എങ്കിലും ആ 21 എന്ന മാജിക്കൽ നമ്പർ പലപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 21 ദിവസത്തിൻ്റെ ഒരു കോഴ്സ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. 21 ദിവസത്തെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനുള്ളതായിരിക്കുന്ന സങ്കല്പങ്ങളെ നമ്മുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ ദിവസം കഴിയും തോറും ലോകത്തിൻ്റെ അവസ്ഥ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. സ്വന്തം ശക്തിയെ ഡെവലപ്മെൻ്റ് ആധാരത്തിലാണ് നമുക്ക് എന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കൂ. സിറ്റുവേഷൻസ് മറിയാണ്. നിങ്ങൾക്കറിയാലോ, സാമ്പത്തിക മാന്ദ്യം ഡേ ബൈ ഡേ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതൊക്കെ കമ്പനികൾ എന്തൊക്കെ രീതിയിലുള്ളതായിരിക്കുന്ന ഡീസൈസിങ് അഥവാ ആളുകളുടെ എണ്ണം കുറച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റ് പല രീതികളിലും എഫിഷ്യൻസിയിൽ ഒരാൾക്ക് 3 ആളുടെ വർക്ക് കൊടുത്തിട്ട്, ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് എന്ന് പറയുന്നത് ഒരു നല്ല ക്രൈസിസിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മറുവശത്ത് ചിന്തിച്ചാൽ പേഴ്സണൽ റിലേഷൻസിൻ്റെ ഉള്ളിൽ മനുഷ്യൻ്റെ സ്ട്രെസ്സും ടെൻഷനും ഭയവും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് അവരുടെ ഇമോഷൻസിൻ്റെ മേലെ കൺട്രോൾ ചെയ്യാൻ പറ്റാതായി പോകുന്നു. അതുകൊണ്ട് പലപ്പോഴും കൗൺസിലേഴ്സിന് തേടി പോകേണ്ട അവസ്ഥ, പലപ്പോഴും സൈക്കോളജിസ്റ്റുകളുടെയും സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോകേണ്ട അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന മനുഷ്യൻ്റെ മാനസികാവസ്ഥയിലുണ്ടാകുന്ന സംഘർഷങ്ങളുടെ അഥവാ ബലഹീനതകളുടെ ആധാരത്തിൽ സംബന്ധങ്ങളിലുണ്ടാകുന്ന ഉലച്ചിൽ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി തന്നെ നമ്മുടെ റിലേഷൻസാണ്. ആ റിലേഷൻസ് എപ്പോഴാണോ നമ്മുടെ കൂടെ നിൽക്കുന്നവരാകുന്നത്, നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാകുന്നത്, അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൻ്റെ ഒപ്പം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോവും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് സാർത്ഥകമായി എന്ന് തോന്നിപ്പോവും. എന്നാൽ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ബന്ധുമിത്രാദികൾ അഥവാ എൻ്റെ എന്ന് വിചാരിക്കുന്നവരുടെ എക്സ്പെക്റ്റേഷൻസ് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ വരുമ്പോൾ, എനിക്ക് അവരുടേതായിട്ടുള്ള അകലം സംഭവിച്ചു പോകുമ്പോൾ പലപ്പോഴും മനസ്സ് വിഷമിച്ചു പോവും. അതിൻ്റെയൊക്കെ റിസൾട്ട് ആയിക്കൊണ്ട് തന്നെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരുന്ന ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ലോകത്തിലെ ജീവിതം സംബന്ധങ്ങളിൽ അഥവാ പേഴ്സണൽ ലൈഫിൽ അഥവാ ഫോർമൽ ലൈഫും ഇൻഫോർമൽ ലൈഫും നോക്കിയാൽ ഇൻഫോർമൽ ലൈഫിൻ്റെ ഉള്ളിൽ ലൈഫ് നമുക്ക് സുഖമില്ലാണ്ടായിട്ട് മാറും. ഒരു വശത്ത് സാമ്പത്തിക മാന്ദ്യത്തിൻ്റെയും അഥവാ ഓവർലോഡ് വർക്കിങ്ങിൻ്റെതായിട്ടുള്ള സ്ട്രെസ്സ്, മറുഭാഗത്ത് ആശ്രയവും ആശ്വാസവും കണ്ടെത്താൻ വേണ്ടി വന്നെത്തിച്ചേരുന്ന നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തം സംബന്ധങ്ങളിലുണ്ടാകുന്ന സംഘർഷങ്ങൾ കൊണ്ട് അതിലുണ്ടാകുന്ന വിള്ളലുകൾ, അങ്ങനെ എവിടെ നിന്നും നമുക്ക് ഇത് കിട്ടും എന്ന് ഉറച്ച് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. ആർക്കും താങ്ങാകാനല്ല കഴുത്ത്, താങ്ങ് കിട്ടുമോ എന്ന് തിരഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് സ്വന്തം റെസ്പോൺസിബിലിറ്റി സ്വന്തം ജീവിതത്തിൻ്റെ കയ്യിലെടുക്കുന്നവർക്ക് മാത്രമാണ് ഇനിയുള്ള കാലഘട്ടം സന്തോഷമായിട്ടുള്ള ജീവിതം പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായി നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ മേലതായിട്ടുള്ള അധികാരിയായിക്കൊണ്ട് മൻ ജീത്തേ ജഗത് ജീത് എന്ന് പറയുന്നു. മനസ്സിനെ കൺട്രോൾ ചെയ്ത് സങ്കല്പത്തിൻ്റെ പ്രവാഹത്തിന് ശക്തിശാലിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ
ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയുന്നത്. അഥവാ ഞാൻ കേട്ടിട്ടുണ്ട്, ഇഫ് യുവർ മൈൻഡ് ക്യാൻ ഡ്രീം ഇറ്റ്, ഹാർട്ട് ക്യാൻ ബിലീവ് ഇറ്റ്, ദെൻ യു ക്യാൻ അച്ചീവ് ഇറ്റ് എന്ന് പറയുന്നു. നമ്മുടെ മനസ്സിന് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ, ഹൃദയത്തിന് അതിനെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, തീർച്ചയായും അത് ജീവിതത്തിൽ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് നിരവധി പേരുടെ വായിൽ നിന്ന് ഞാനത് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ആ സ്വപ്നം കാണുന്നതിൻ്റെ അളവ് കൂടുന്ന മനുഷ്യന്മാരാണ് കാണുന്നത്. ഈവൻ സ്വപ്നം കാണുന്നവർ ഒരു രോഗമായി മാറുന്ന അവസ്ഥയിൽ പോലും എത്തുന്ന ആളുകളെ ഞാൻ കാണാറുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് മനുഷ്യന്മാർക്ക് ഡ്രീമിലെത്താൻ സാധിക്കുന്നില്ല? അതുകൊണ്ട് ആ സ്വന്തം ഡ്രീം എന്തെന്ന് ക്ലാരിഫൈ ചെയ്ത് അതിലേക്ക് വേണ്ടതായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നേറിക്കൊണ്ട് നമുക്ക് വേണ്ട ഒരു പ്രോപ്പർ ഗൈഡൻസിലൂടെ നമ്മുടെ ഡ്രീംസിനെ സത്യത്തിലേക്ക് കൊണ്ടുവരാനുള്ളതായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊണ്ടുവരാൻ എന്ന് പറയാൻ എനിക്ക് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ ലൈഫിൽ ഞാനിത് എത്രമാത്രം അപ്ലൈ ചെയ്യുന്നു എന്നതിൻ്റെ ആധാരത്തിലാണ് എൻ്റെ ജീവിതം അത് സക്സസ് ഓർ നോട്ട് എന്ന് പറയുന്നത്. പക്ഷേ ഈ 21 ദിവസത്തെ യാത്രയ്ക്കൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ഡ്രീംസിലേക്ക് സ്റ്റെപ്പ് വെച്ച് മുന്നേറാൻ വേണ്ടി നിങ്ങളെ ശക്തരാക്കി മാറ്റുക എന്നതായിട്ടൊരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് 21 ദിവസത്തെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൽ നമ്മുടെ ഡ്രീംസ് എന്തെന്ന് തിരിച്ചറിയാനും അത് നമുക്ക് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഇതാണ് എൻ്റെ ഡ്രീം, അല്ലെങ്കിൽ ഞാൻ ജനിച്ചിരിക്കുന്നത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ്, ഇന്നൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് സ്വയം നമുക്ക് നമ്മളെ തിരിച്ചറിയാവുന്നതായിട്ടുള്ളൊരു ഗൈഡൻസ്, ഒപ്പം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ളതായിട്ടുള്ള തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുക. എന്താണ് എൻ്റെ ഇമോഷൻസ് എന്ന് വെച്ചാൽ, ഈ ഇമോഷൻസ് നമ്മൾ വിശദമായിട്ട് വരുന്ന ക്ലാസ്സുകളിലൊക്കെ കാണും. ആ ഇമോഷൻസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ലാറ്റിൻ വേർഡ് നിന്ന് വന്നതാണ്, സ്റ്റിറപ്പ്, ഇളക്കി ആക്റ്റീവ് ആക്കാനുള്ളതായിട്ടുള്ളൊരു സാധനം. എൻ്റെ ഉള്ളിൽ ഇളക്കി മറിച്ച് എൻ്റെ മനോവിചാരങ്ങളെയും ഭാവങ്ങളെയും ഭാവനകളെയും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് എൻ്റെ ഡ്രീംസ് അഥവാ എയിം, എൻ്റെ ആക്ഷൻ പ്ലാൻ, എൻ്റെ തിങ്കിങ്, ഇതൊക്കെ എനിക്ക് സെറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതായിട്ടുള്ള ഒരു പാക്കേജ്. ഒപ്പം നമുക്കൊരു ആക്ഷൻ പ്ലാൻ കൂടെ തയ്യാറാക്കണം. എല്ലാ കാര്യങ്ങളും ക്ലിയറായി, പക്ഷേ സ്റ്റെപ്പ് വെച്ച് മുന്നേറാനുള്ളതായിട്ടുള്ള ഒരു ഏണിപ്പടി ഇല്ല എങ്കിൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് കയറി എത്താനും സാധ്യമല്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേണ്ടതായിരിക്കുന്ന ധനം, എസ്പെഷ്യലി എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ നമുക്ക് പ്രാക്ടിക്കലാക്കണമെങ്കിൽ അതിനാവശ്യമായിരിക്കുന്ന ധനം, ഇങ്ങനെയുള്ളതായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഉതകുന്ന ഗൈഡൻസ് ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ 21 ദിവസത്തെ കോഴ്സ് എന്ന് പറയുന്നത്. അതിന് ആദ്യം ആവശ്യം നമുക്ക് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ളതായിട്ടുള്ളൊരു ശക്തിയാണ്. ഇവിടെ കുറച്ച് നിങ്ങൾക്ക് എന്നെ കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ടാവും ഇറ്റ് സ്പിരിച്വൽ എന്ന്. തീർച്ചയായിട്ടും ഞാൻ സ്പിരിച്വൽ ലൈഫ് തിരഞ്ഞെടുത്ത ഒരാളാണ്. പക്ഷേ സ്പിരിച്വാലിറ്റി എന്ന് വെച്ചാൽ അർത്ഥം ഏതെങ്കിലും മൂലയ്ക്ക് പോയിട്ട് മിണ്ടാതിരിക്കുന്ന സ്പിരിച്വാലിറ്റി അല്ല ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ ലോകത്തിൽ 24 മണിക്കൂറിൽ റെസ്റ്റ് എടുക്കുന്ന 4 to 5 hours ഒഴികെ ബാക്കിയുള്ള 21 മണിക്കൂറും ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കുന്ന സമൂഹത്തിലെ ഓരോ മനുഷ്യൻ്റെയും ഭാവവും ഭാവനയും മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ കൈപിടിച്ചുയർത്തിക്കൊണ്ട് ഹാപ്പിനെസ്സിൻ്റെ, സക്സസ്സിൻ്റെ പാതയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതായിരിക്കുന്ന ഗൈഡൻസ്, അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിന് ഒരു പ്രാവർത്തികമായ പരീക്ഷണശാലയാക്കി മാറ്റിക്കൊണ്ട് തൻ്റെ കർമ്മത്തിൻ്റെ പരീക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രതിഫലത്തിന് മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചുകൊണ്ട് ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ, സക്സസ് ആക്കാനുള്ളതായിരിക്കുന്ന സ്പിരിച്വാലിറ്റി. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ സ്പിരിച്വൽ ലൈഫാണെങ്കിലും സ്പിരിച്വാലിറ്റി എനിക്ക് ഇഷ്ടമേ അല്ല എന്ന് പറയുന്ന 100% അതല്ലാത്തൊരു ലൈഫ് എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം എനിക്കറിയാം, നമ്മളെന്നുള്ളതായിരിക്കുന്ന എല്ലാ വ്യക്തിത്വത്തിനുള്ളിലും 2 പാർട്ട് അതെല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് നമ്മുടെ മനസ്സെന്ന പാർട്ട് അഥവാ നമ്മുടെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി, മറ്റൊന്ന് നമ്മുടെ ബാഹ്യമായിരിക്കുന്ന ശാരീരികമായിരിക്കുന്ന വ്യക്തിത്വം. ഈ 2 വ്യക്തിത്വവും ഡെവലപ്പ് ചെയ്യുന്നത് ഒന്നും ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല. അകത്തിരിക്കുന്ന ശക്തി പോയി കഴിഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന സാധനം അതെത്ര പെർഫെക്റ്റ് ആണെങ്കിലും, ഡെയിലി ജിമ്മിന് പോയി ഡെവലപ്പ് ചെയ്തെടുത്തായിട്ടുള്ള മസിൽസ് ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് കാണാൻ അത്രയും അതിസുന്ദരമായിരിക്കുന്ന കറക്റ്റായിട്ടുള്ള ഹൈറ്റും വെയ്റ്റും കളറും എല്ലാം നിങ്ങൾക്കുണ്ടെങ്കിലും ഒരു നിമിഷം അതിനുള്ളിലെ ചൈതന്യം അവിടെ അവസാനിച്ചു, അഥവാ നിങ്ങളുടെ സൂക്ഷ്മമായിരിക്കുന്ന ആന്തരിക വ്യക്തിത്വം അതിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതൊന്നിനും കൊള്ളാത്തതാവുകയാണ്. എന്തുകൊണ്ടാണ്? ഇത് ഒരിക്കലും പൂർണ്ണമായിട്ട് ആധാരമല്ല. എന്നാൽ ഇതിന് വാല്യൂ ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ ഒരു സാധനം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കിന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുമായിരുന്നു. എൻ്റെ മനസ്സിലെ ഭാവത്തിനെയും ഭാവനയും നിങ്ങളിലേക്ക് പകർന്നു തരാൻ സാധിക്കുമായിരുന്നു. എൻ്റെ അനുഭവങ്ങളെ നിങ്ങളുമായിട്ട് എനിക്ക് പങ്കുവെക്കാൻ സാധിക്കുമായിരുന്നു? ഒരിക്കലുമില്ല.
അതുകൊണ്ട് ഈ ശരീരത്തിന് അതിൻ്റെ പ്രാധാന്യമുണ്ട്. എന്നാൽ ഈ ശരീരത്തിന് മാത്രം പ്രാധാന്യമല്ല, ഇതിൻ്റെ ഉള്ളതായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന ശക്തിക്കും അതിന് തുല്യമായിരിക്കുന്ന പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ലോകത്തെ മനുഷ്യന്മാർ നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോളിങ് കൊണ്ടുവന്ന് നമുക്ക് ലൈഫായി, ഇമോഷൻസിന് മേലെ കൺട്രോൾ ചെയ്ത് നമുക്ക് ലൈഫായി. IQ-വിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് EQ ആണ്. EQ ഡെവലപ്പ് ചെയ്യൂ, ജീവിതം സക്സസ്സിലേക്ക് പോകൂ എന്നൊക്കെ പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് രണ്ട് ബാലൻസ്ഡ് ആയിരിക്കുന്ന പേഴ്സണാലിറ്റി ആയിരിക്കണം, ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ. ആന്തരികമായിരിക്കുന്ന ചിന്തകൾ കൊണ്ട് മാത്രം ഒരിക്കലും ജീവിതം വരാറില്ല. എന്നാൽ ചിന്തകൾ ഏതോ തലത്തിലേക്ക് പറത്തി വിട്ടിട്ട് എൻ്റെ കഠിനാധ്വാനം കൊണ്ട് മാത്രം ഞാൻ നേടും എന്ന് വിചാരിക്കുന്നു, അതും മണ്ടത്തരാണ്. രണ്ടിൻ്റെയും ബാലൻസ്ഡ് സ്റ്റെപ്പിംഗ് ആണ് നമ്മുടെ ലൈഫിൻ്റെ സക്സസ്. മനസ്സിലെ ചിന്തകളുടെ മേലെ നിയന്ത്രണം വേണം. എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റണം, എൻ്റെ ജീവിതം ഇന്നത്തെ ദിവസം ഞാൻ എങ്ങോട്ട് കൊണ്ടുപോകും, എന്ത് ചെയ്യും, ആരോട് ഞാൻ സംസാരിക്കും, എന്ത് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് എൻ്റെ ജീവിതത്തിലേക്കുള്ളതായിട്ടുള്ള ഗോളിലേക്കുള്ള യാത്രയിൽ 1% കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്ന് പ്ലാൻ ചെയ്യാൻ പറ്റണം. അത് നമ്മുടെ മൈൻഡിൻ്റെ ഡ്യൂട്ടിയാണ്. അത് പ്ലാൻ ചെയ്യാനിരിക്കുമ്പോൾ എനിക്ക് അവരോട് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല, എനിക്ക് ഈ പ്രോഗ്രാം കാണാതിരിക്കാൻ സാധ്യമല്ല, അയ്യോ ഈ സമയത്ത് ഞാൻ എനിക്ക് വേണ്ടി ചിലവഴിച്ചാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും. ഇങ്ങനെ സ്വന്തം ചക്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടി നമ്മളെ അറിയേണ്ടത് അനിവാര്യമായിരിക്കുന്ന ഘടകമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ആ സീക്രട്ട് നിങ്ങളുടെ മുന്നിൽ തുറന്നു തരികയാണ്. നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫാക്ടറാണ്. കേട്ടാൽ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരികയാണ്. നമ്മുടെ കയ്യിൽ എന്ത് സാധനം ഉണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു വീട് നമ്മുടെ ഡ്രീമിലൂടെ സ്വന്തമാക്കി, ആ വീടിനെക്കുറിച്ച് നമ്മൾ പറയാം ഞാൻ വീടെന്ന് പറയാറില്ല, ഇതെൻ്റെ ഡ്രീമാണെന്ന് പറയും. അപ്പോൾ എൻ്റെ ഡ്രീം എന്നേ പറയുന്നുള്ളൂ. ഞാൻ വീടെന്ന് പറയുന്നില്ല, എൻ്റെ വീടെന്നേ പറയുന്നുള്ളൂ. ഞാൻ വീടല്ല, ഇത് എൻ്റെ വീടാണ്, ഞാൻ പറയുന്നു ഇതെൻ്റെ വീട്. എന്നുവെച്ചാൽ അർത്ഥം എൻ്റെ എന്നുള്ള ഉടമസ്ഥതയുള്ള അധികാരത്തിലൊരു വസ്തുവിനെക്കുറിച്ച് ഉടമസ്ഥൻ പറയുകയാണ് ഇത് എൻ്റെ വീടാണ്. അന്വേഷിക്കുന്നവർ അങ്ങനെയല്ലേ ചോദിക്കുന്നത്, ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ്? അപ്പം ഞാനും എൻ്റെയും മലയാളത്തിൽ രണ്ടർത്ഥമുള്ള പദമാണ്. ഞാൻ എന്നത് അതിന് ഉടമസ്ഥൻ പറയുന്നു, എൻ്റെ എന്നത് ഉടമസ്ഥതയുള്ള വസ്തുവിനെക്കുറിച്ച് പറയുന്നു. ശരിയല്ലേ? ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മളെക്കുറിച്ച്. ഈ പുറത്തുനിന്ന് ഞാൻ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരികയാണ് നിങ്ങളെ. ഈ ദേഹത്തെക്കുറിച്ച് അഥവാ എന്നെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ എന്താണെന്നറിയോ? എൻ്റെ കണ്ണ്, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ ദേഹം, എല്ലാത്തിനും നമ്മൾ പറയുന്ന ഒരു കമൻ്റ് എന്താണ്? എൻ്റെ എന്നാണ് പറയുന്നത്. ഞാൻ കണ്ണ്, ഞാൻ കൈ, ഞാൻ കാല് എന്ന് പറയുന്ന ഒരാളെ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്ന് പറയുന്ന ഉടമസ്ഥൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? ആ ഉടമസ്ഥനെ കുറിച്ചാണ്, അവിടെയാണ് നമ്മുടെ തീർച്ചയായിട്ടും ഒരു മെൻറ്ററിങ് നടക്കേണ്ടതായിരിക്കുന്ന പോർഷൻ. നിങ്ങൾക്കറിയോ, വലിയ കപ്പൽ ഈ കടലിൽ 100 കണക്കിന് ആളുകളെയും വഹിച്ചുകൊണ്ട്, ടൺ കണക്കിന് സാധനങ്ങളെയും വഹിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതായിരിക്കുന്ന വലിയ കപ്പൽ, ആ കപ്പലിൻ്റെ ദിശ കപ്പലിനെ മൊത്തം മാറ്റാറില്ല, ഒരു ചെറിയ ചക്രം. ആ ചക്രം തിരിച്ചു കഴിഞ്ഞാൽ കപ്പൽ ദിശ മാറുകയായി. എവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിൽ, കിഴക്കുന്ന് പടിഞ്ഞാർക്ക് മാറ്റാം, പടിഞ്ഞാറിന്ന് കിഴക്കോട്ട് മാറ്റാം, എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം, ചക്രം തിരിക്കാൻ സാധിച്ചാൽ. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചക്രം തിരിക്കുന്നതായിരിക്കുന്ന ഒരു ചെറിയ ഒരു ചക്രം നമ്മുടെ ഉള്ളിലുമുണ്ട്. ആ ചക്രത്തെ മനസ്സിലാക്കിയാൽ അതിന് നമുക്ക് ടേൺ ചെയ്യാൻ പറ്റിയ നമ്മുടെ ജീവിതം എവിടെ നിന്ന് എവിടേക്ക് വേണമെങ്കിൽ ആവാം. താഴേക്ക് പോകുന്നതിന് മേലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം, മേലേക്കുള്ള യാത്ര ഇങ്ങോട്ട് വേണ്ട റൈറ്റിലേക്ക് വേണമെങ്കിൽ റൈറ്റിലേക്ക് ഡിറക്റ്റ് ചെയ്യാം. ജീവിതത്തെ വഴിതിരിക്കാനുള്ളതായിരിക്കുന്ന ആ കുഞ്ഞു ചക്രമാണ് നമ്മുടെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി, അഥവാ സ്പിരിച്വൽ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അതിനെ ആത്മാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ ചിന്തകളുടെ ആകത്തുകയാണ് അവൻ്റെ ജീവിതം തന്നെ. നമ്മളിപ്പോൾ പല നിരീക്ഷണങ്ങൾ ഞാൻ ഓർത്തു പോകും. ജപ്പാനിലെ ശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ഇമോട്ടോ, അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണങ്ങളുടെ ഒരു വീഡിയോ നെറ്റിൽ നോക്കിയാൽ നിങ്ങൾക്കും കാണാവുന്ന കാര്യമുള്ളൂ. ചില സ്ഥലങ്ങൾ ഞാൻ വാട്ടർ കോൺഷ്യസ് എന്ന് കണ്ടു, ചില സ്ഥലങ്ങൾ വാട്ടർ ടോക്സ് എന്ന് കണ്ടു. എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനുഷ്യൻ്റെ ചിന്തകൾ വെള്ളത്തിൽ എന്തുമാത്രം പ്രഭാവമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കുടിക്കുന്നതായിരിക്കുന്ന വെള്ളം, കഴിക്കുന്ന ആഹാരം, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡ്രീം അനുസരിച്ചതായിട്ടുള്ള എനർജി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ശരീരത്തിൽ മനസ്സിലുണ്ടാവുന്ന സങ്കല്പം അത് വളരെ വേഗം ഈ കോശങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ശരീരത്തിൻ്റെ അവസാന കോശത്തിൽ വരെ പോയി അതിൽ നിന്നായിട്ടുള്ള എനർജി പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് അത് ഏത് ടൈപ്പ് എനർജി പ്രൊഡ്യൂസ് ചെയ്തോ അതേ ടൈപ്പ് സാധനം നമ്മളിലേക്ക് വലിച്ചു കൊണ്ടുവരികയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ,
നമ്മുടെ ബാഹ്യ ജീവിതത്തിൻ്റെ ഉള്ളിൽ ആന്തരികമായിരിക്കുന്ന ശക്തിക്ക് എത്രമാത്രം പ്രാധാന്യമാണുള്ളത്. അത് ഹെൽത്തിലാവട്ടെ, വെൽത്തിലാവട്ടെ, എന്തിലും ആവട്ടെ. ഞാൻ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുണ്ട്, പലതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കൂട്ടുകാരിയുടെ ഒരു അനിയൻ ഉറക്കത്തിൽ നടക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ആ കുട്ടി നടന്ന ഒരു ദിവസം അവരുടെ വീട്ടിൽ ഒരു പണ്ടത്തെ കാലത്ത് സാധനമൊക്കെ സൂക്ഷിക്കുന്ന ഒരു ട്രങ്ക് എന്ന് പറയും, ഇരുമ്പിൻ്റെ വലിയൊരു പെട്ടിയാണ്. 1-2 പേരൊക്കെ കൂടി ഉയർത്തിയെടുക്കേണ്ട സാധനമാണ്. ഈ കുട്ടി ഉറക്കത്തിൽ ഒറ്റയ്ക്ക് പോയിട്ട് ആ പെട്ടി എടുത്ത് ഉയർത്തി കൊണ്ടുവന്ന് അവൻ്റെ അനിയൻ്റെ മേലെ വെച്ചു. കിടന്നുറങ്ങുന്ന കുട്ടിക്ക് ശ്വാസം മുട്ടി കരഞ്ഞു. അച്ഛനും അമ്മ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഈ പെട്ടീനെ അങ്ങനെ പിടിച്ച് ഈ കുട്ടി ഉറങ്ങുകയാണ്. അപ്പോഴും അവൻ ഉറക്കത്തിലാണ്. അച്ഛനത് അടി കിട്ടിയപ്പോഴാണ് ഉറക്കത്തിൽ നിന്ന് അവൻ ഞെട്ടുന്നത്. ഈ പെട്ടിയെടുത്ത് മാറ്റാൻ പോയിട്ട് ഉണർന്നു കഴിഞ്ഞപ്പോൾ അവനാകെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തോ എന്നുള്ള ആകെ വിഷമത്തിൽ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും കൂടിയിട്ട് ആ പെട്ടി പുറത്തെടുത്ത് വയ്ക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സബ് കോൺഷ്യസ് മൈൻഡ് എത്രമാത്രം പവർ ഉണ്ടെന്നുള്ള കാര്യം. ഉറക്കത്തിൽ ഒരു കൊച്ചു പയ്യന് ഒരു വലിയ പെട്ടി ഉയർത്തി നടക്കാൻ സാധിക്കുന്നു എന്ന് വെച്ചാൽ അർത്ഥം നമ്മുടെ മനസ്സിലെ സങ്കല്പം, ചിന്തകൾ നമ്മുടെ ശരീരത്തിൻ്റെ ശക്തിയുടെ വലിയ ഘടകമാണ്. അഥവാ അതാണ് ആധാരം നമുക്ക് പറയാം. അതുകൊണ്ട് ശരീരത്തിൻ്റെ ശക്തിക്ക് ആധാരത്തിലല്ല മനുഷ്യന്മാർ പ്രവർത്തിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ശക്തിയുടെ ആധാരത്തിലാണ് ഒരു മനുഷ്യൻ പ്രവർത്തിക്കുന്നത്. ഈ മനസ്സെന്നതായിരിക്കുന്ന മായാജാലം അഥവാ മനസ്സെന്നതായിരിക്കുന്ന മാജിക്, അതിൻ്റെ സ്വന്തം സ്ഥലം നമ്മുടെ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ടാണ് മനസ്സിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ആർക്കും സാധിക്കാതിരിക്കുന്നത്. ആ ആന്തരികമായിരിക്കുന്ന ശക്തിയെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്കതിൻ്റെ റിയൽ ഫോമിൽ ഒരു പോയിൻ്റ് ഓഫ് ലൈറ്റായിട്ട് നമുക്ക് കാണാം. ഞാൻ എന്ന ആന്തരിക വ്യക്തിത്വം അഥവാ ആത്മ അതിസൂക്ഷ്മമായ ഒരു പ്രകാശ നക്ഷത്രമായിട്ട്. എന്നാൽ ഈ ബോഡിയിൽ അതിനെവിടെയായിരിക്കാം അതിൻ്റെ ഇരിപ്പിടം ഉണ്ടാകുന്നത്? പലപ്പോഴും പല രീതിയിലും മനുഷ്യന്മാരുടെ സംസാരം കേട്ടിട്ടുണ്ട്. ചിലർ വിശ്വസിക്കുന്നു ശരീരം മുഴുവൻ ഈ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ്. ചിലരുടെ വിചാരം നമ്മുടെ ഹൃദയത്തിലാണ് ആത്മാവ് വസിക്കുന്നതെന്നാണ്. പല ഫിലോസഫികളിലും പലതും പറയുന്നുണ്ട്. ഒന്ന് ലോജിക്കായി നമുക്ക് ചിന്തിച്ച് നോക്കിയാലോ. സപ്പോസ് നമ്മുടെ ഹാർട്ടിലാണ് ആ ഒരു എനർജി അതിൻ്റെ ഉറവിടമെങ്കിൽ ഒരു ഹാർട്ട് എടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴോ, ഞാൻ ഓർമ്മിക്കും ഒരു ഇബ്രഹാമും വേറെ 2 വ്യക്തികളുടെ തമ്മിലുള്ളതായിട്ടുള്ള ഹാർട്ടിൻ്റെ അടുത്ത് മാറ്റൽ. ഒരാൾക്ക് ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും അതിനെ അതിശക്തമായിട്ട് നേരിടാനുള്ളതായിരിക്കുന്ന ശേഷിയുള്ള ഒരാളായിരുന്നു, ഒരാൾ സാധാരണ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ മരിച്ച ആളുടെ ഹാർട്ട് എടുത്ത് വേറൊരാൾക്ക് വെച്ചു കൊടുത്തു. ഈ അതിശക്തനായിരിക്കുന്ന ആൾക്കാരുടെ ഹാർട്ട് എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അയാളുടെ സംസ്കാരത്തിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. ഹാർട്ട് കിട്ടി, ബോഡി ആക്റ്റീവായി പ്രവർത്തിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ, അബ്രഹാമും സുകുമാരൻ ജീവിച്ചു വന്നു. പക്ഷേ അബ്രഹാം അവിടെ അവസാനിച്ചു. ആ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ദൃഢത, അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിംഗ്, ആ പേഴ്സണാലിറ്റി അതവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. സപ്പോസ് ഈ ഹാർട്ടിലായിരുന്നുവെങ്കിൽ, ഇൻറ്റേർണൽ പേഴ്സണാലിറ്റിയുടെ ഉറവിടം നമ്മുടെ ഹൃദയമായിരുന്നുവെങ്കിൽ, ഈ ഹൃദയം എടുത്ത് അങ്ങോട്ട് വെച്ചപ്പോൾ അതങ്ങോട്ട് പോയില്ലല്ലോ. അപ്പോൾ അവിടെയെല്ലാം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ഈ ശരീരത്തിൽ മുഴുവൻ അതിൻ്റെ എനർജി സ്പ്രെഡ് ആവാം. പക്ഷേ ഇത് മുഴുവൻ ശരീരത്തിലാണ് എങ്കിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോകുമ്പോൾ അതിൻ്റെ ഭാഗവും പോയേനെ, അതും വികലാംഗനായേനെ. അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോയി എന്ന് കരുതിയിട്ട് മനസ്സിൻ്റെ ചിന്തകൾ ഒരു ഭാഗം പോകുന്നില്ല, അതിൻ്റെ പ്രവർത്തനക്ഷമത കുറയുന്നുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒന്നുമല്ല. പിന്നെ നമുക്ക് സയൻസ് ഇത്രയും ഡെവലപ്പായ കാലം ഇത്രയൊന്നും നമുക്ക് ചിന്തിക്കണമെന്ന് കൂടിയില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഈ ശരീരത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും കൺട്രോൾ ചെയ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലെ ഹൈപ്പോതലാമസിൻ്റെ പിറ്റ്യൂട്ടറി ആൻഡ് പിനിയൽ ഗ്ലാൻഡ്സ് കൂടിച്ചേരുന്ന സ്ഥാനത്താണ്. ഞാൻ ഈ കാര്യം കാണണമെങ്കിലും, ഈ കാര്യം കേൾക്കണമെങ്കിലും, രുചി അറിയണമെങ്കിലും, കൈകൊണ്ട് സ്പർശിക്കണമെങ്കിലും, അതല്ല ഞാനൊരു സുഗന്ധത്തിനെ മണക്കണമെങ്കിലും, എന്ത് ശരീരത്തിൻ്റെ ഭാഗത്തിൽ, ശരീരത്തിലെ ഏത് ഭാഗത്ത്, കാലിൻ്റെ അടി മുതൽ തലയുടെ മേലെ വരെയുള്ള വിരൽ തുമ്പുകൾ വരെയുള്ള ഏതൊരു ആക്ഷനും നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള മെസ്സേജ് അത് ഇങ്ങോട്ട് പോയേ തീരൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള റെസ്പോൺസാണ് നമുക്ക് ആ കാര്യത്തിന് ഞാൻ കണ്ടു, കേട്ടു, അല്ലെങ്കിൽ രുചിച്ചു, ടേസ്റ്റ് അറിഞ്ഞു, മണത്തു, അല്ലെങ്കിൽ സ്പർശിച്ചു എല്ലാം പറയുന്നതിൻ്റെ ആധാരം. എന്നുവെച്ചാൽ തീർച്ചയായിട്ടും ഈ കൺട്രോളറുടെ സ്ഥാനം മറ്റെവിടെയായിരിക്കാൻ വഴിയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഇവിടുന്ന് 2 സൂചി ഇറക്കി കൂട്ടിമുട്ടുന്ന സ്ഥാനമായിട്ട് വരും. ഹൈപ്പോതലാമസിൻ്റെ ആരംഭ സ്ഥാനത്ത് പിറ്റ്യൂട്ടറി ആൻഡ് പിനിയൽ ഗ്ലാൻഡ്സ് കൂടി ചേരുന്നതായിട്ടുള്ള സ്ഥാനം അവിടെ ഇരുന്നുകൊണ്ട് ഈ ശരീരത്തിലൂടെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുന്ന ദ ഇൻറ്റേർണൽ പേഴ്സണാലിറ്റി അഥവാ ഞാൻ എന്ന് പറയുന്ന യഥാർത്ഥ സത്ത, അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നിട്ട് ഈ സംവേദനങ്ങളിലൂടെ ഈ ശരീരത്തിലൂടെ എല്ലാ ആക്ടിവിറ്റിയും ചെയ്യുകയാണ്. അപ്പോൾ ആ
എൻ്റെ ഉള്ളിലിരിക്കുന്നതായിട്ടുള്ള ആന്തരിക വ്യക്തിത്വത്തിൻ്റെ അഥവാ ആത്മാവിൻ്റെ 3 സൂക്ഷ്മ ശക്തികളാണ് മൈൻഡ്, ഇൻ്റലക്റ്റ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ സംസ്കാരം എന്ന് നമുക്ക് പറയാം. നമ്മുടെ ചിന്തകളുടെയൊക്കെ തന്നെ ഉറവിടമായിരിക്കുന്ന മനസ്സ്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു വാട്ട് ഡസ് മൈൻഡ് ഡു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. മനസ്സ് ചിന്തിക്കുന്നു അഥവാ ഫീൽ ചെയ്യുന്നു, പിന്നെ അത് ക്രിയേറ്റ് ചെയ്യുന്നു, റിമെമ്പർ ചെയ്യുന്നു, റിയലൈസ് ചെയ്യുന്നു, ഇമാജിൻ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും അപ്പുറം നമ്മുടെ ചിന്തകളുടെ ആധാരത്തിലൂടെ ഉപബോധ മനസ്സുകളുടെ ഒത്തുചേരലിലൂടെ ഒരു കർമ്മവുമായി നമ്മൾ മുന്നോട്ട് പോകാൻ നോക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ നേടാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല. അത് 100% സത്യമാണ്. പക്ഷേ കണ്ടീഷനുണ്ട്. എന്താണ് കണ്ടീഷൻ? അപ്ലൈ. നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കിക്കൊണ്ട് ഉപബോധ മനസ്സുകളുടെ സങ്കല്പധാര ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. നടക്കാത്തതായിട്ടൊന്നുമില്ല എന്നല്ല, ഇത് രണ്ടും ഒന്നിപ്പിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ഒന്നിപ്പിക്കാൻ എന്തു വേണ്ടി വരും? നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിലെ റെക്കോർഡഡ് ഫയൽസ്. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ആന്തരിക വ്യക്തിത്വത്തിൻ്റെ 2ാമത്തെ ഭാഗമായിരിക്കുന്ന ബുദ്ധി അതതിൻ്റെ ഫോർമേഷൻ നടക്കുന്നുണ്ടാവുള്ളൂ. നമുക്കൊരു സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ, ഈ ബാഡ്മിൻ്റൺ കളിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് കളിക്കാർ പലരും ഷട്ടിൽ ബാറ്റ് അല്ലെങ്കിൽ ബാഡ്മിൻ്റനൊക്കെ കളിക്കുമ്പോൾ സർവ് ചെയ്ത ശേഷം ആ ബോളിൻ്റെ സ്ക്വയറിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൈകൊണ്ട് ഇങ്ങനെ അവരതിനെ മാറ്റി അതിനെ വീണ്ടും അതിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കാണാം. മീൻസ് സപ്പോസ് അതിൻ്റെ ഹോൾസിൽ എന്തെങ്കിലും വലിപ്പ ചെറുപ്പത്തിൽ വ്യത്യാസം വന്നാൽ അഥവാ സർവ് ചെയ്യുമ്പോഴതായിട്ടുള്ള ബോളിൻ്റെ ഫോഴ്സിൽ അതിലെ സ്ക്വയറിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ ആ ബോൾ അതിൽ സ്റ്റക്കായേക്കും. സ്റ്റക്കായാൽ അവരുടെ ചാൻസ് മിസ്സാവും. അതില്ലാതിരിക്കാൻ ഓരോ പ്രാവശ്യം അടിക്കുമ്പോഴും നിങ്ങൾ കളി കണ്ടു നോക്കിയാൽ അറിയാം, വിരൽ കൊണ്ട് പതുക്കെ അതിനെ ടച്ച് ചെയ്ത് നോക്കും അത് അക്യൂറേറ്റ് അല്ലേ, അതിൻ്റെ സ്ഥാനത്തില്ലേ എന്ന്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഷട്ടിൽ ബാറ്റ് കളിക്കാനുള്ളതായിട്ടുള്ള ബാറ്റിൻ്റെ ഒരു നെറ്റ്വർക്കിൻ്റെ ഫോർമേഷൻ നടക്കാത്ത ബ്രാക്കറ്റ് പോലെയാണ് ശരിക്കും നമ്മുടെ ഇൻ്റലക്റ്റിൻ്റെ അവസ്ഥ. ജീവിതത്തിൽ നമ്മൾ സ്വീകരിക്കുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ വന്നു ചേരുന്നതായിരിക്കുന്ന അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ആകത്തുകയായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഫാക്ടേഴ്സ്, ആ ഇൻഫോർമേഷൻസിൻ്റെ ആധാരത്തിലാണ് ആ നെറ്റ്വർക്കിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അത് പഴയ കാലത്തൊക്കെ പറയുകയാണെങ്കിൽ ഇത്ര ഫാസ്റ്റായിട്ട് ടെക്നോളജി നമ്മൾ അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നാറുണ്ട്. എൻ്റെ കയ്യിലൊരു മൊബൈലുണ്ട്. ആ മൊബൈലിൻ്റെ പല പാരാമീറ്റേഴ്സും എന്നേക്കാൾ കൂടുതൽ എൻ്റെ കൂടുതൽ ചെറിയ കുട്ടികൾക്കാണ് അറിയുന്നത്, എനിക്കല്ല അറിയുന്നത്. പക്ഷേ പഴയ കാലത്ത് അങ്ങനെയായിരുന്നില്ലല്ലോ. അതുകൊണ്ട് ടെക്നോളജിയുടെ ആധാരത്തിലൂടെ ഇൻഫോർമേഷൻ കൂടുതൽ വേഗത്തിൽ കിട്ടുന്നതിനനുസരിച്ച് അതിൻ്റെ ആ ഒരു നെറ്റിൻ്റെ ഫോർമേഷൻ കുറച്ച് ഫാസ്റ്റായി നടക്കും. അതല്ലായിരുന്നുവെങ്കിൽ പണ്ടത്തെ കാലത്ത് നമ്മൾ പറയുകയാണെങ്കിൽ 5 വയസ്സ് 10 വയസ്സ് 15 വയസ്സ് മീൻസ് ഓരോരോ 5 വർഷം കഴിയുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു സ്ട്രോങ് ലെയേഴ്സ് അഥവാ അതിൻ്റെ നെറ്റിൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. അതുകൊണ്ട് ഒരു 10-18 വയസ്സാകുമ്പോഴത്തേക്കൊക്കെ പഴയ കാലത്തെ കുട്ടികൾ ഒരുവിധം ജീവിതത്തിൽ ഒരു തീരുമാനം പറയാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും അറിയാനും പറ്റുന്ന അവസ്ഥയിലൊക്കെ എത്തുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്ന് കാലം മാറി മറിഞ്ഞു. ഇന്ന് 10-12 വയസ്സായിട്ടുള്ള കുട്ടികൾ കൂടി അക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻ പറയുന്ന രീതിയിലേക്ക് എത്തി. എന്താ റീസൺ? ഇന്ന് അവരുടെ ബുദ്ധിയുടെ നെറ്റ്വർക്കിൻ്റെ ഫോർമേഷൻ വളരെ ഫാസ്റ്റായി നടക്കുകയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന കേട്ട പഠിച്ച അറിഞ്ഞ അഥവാ അനുഭവിച്ച അനുഭൂതികളുടെ ആധാരത്തിൽ അനുഭവങ്ങളുടെയും അറിവുകളുടെയും ആധാരത്തിൽ ഫോം ചെയ്യപ്പെട്ടതായിരിക്കും നമ്മുടെ ബുദ്ധിയുടെ നെറ്റ്വർക്കും. ആ അനുഭവങ്ങളുടെ ആകത്തുകയായി നമ്മുടെ സംസ്കാരത്തിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ലെയേഴ്സും ലൈഫിനെ മാറ്റിമറിക്കുന്ന ഘടകങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഒരു ഹ്യൂമൻ പേഴ്സണാലിറ്റിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മഞ്ഞുമല പോലെയാണ് എന്നൊക്കെയാണ് പറയാറ്. കാരണം മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ മഞ്ഞുമല ഫോർമേഷൻ, ഒരു മഞ്ഞുമല ഉണ്ടാകുന്നത് സീസണലായിട്ട് അതിൻ്റെ മേലെ വരുന്നതായിരിക്കുന്ന മഞ്ഞിൻ്റെ ലെയറുകൾ കൊണ്ട് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആ രീതിയിൽ ഫോർമേഷൻ വന്ന് ഒരു വലിയ മലയായി മാറും. സീസൺ മാറുമ്പോൾ ചില മേലെ ലെയർ ഉരുകിയേക്കാം, വീണ്ടും വന്നേക്കാം, ഒക്കെ വരാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പല ലെയറുകൾ അടുക്കി വെച്ചുണ്ടാക്കിയതായിരിക്കുന്ന വലിയൊരു മലയായിട്ടാണ് നമുക്ക് മഞ്ഞുമല തോന്നുക. എന്നാൽ ഈ മലയുടെ ഒരു 10% പുറത്ത് കാണാം, 90% വെള്ളത്തിൻ്റെ അടിയിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ടൈറ്റാനിക്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ടൈറ്റാനിക് കപ്പൽ ഒരിക്കലും മുങ്ങില്ല എന്നതായിരിക്കുന്ന ഒരു പൂർണ്ണ വിശ്വാസത്തോടു കൂടി, മറ്റൊരു ഭാഷയിൽ ഞാൻ പറയുന്നതായാലും എൻ്റെ ഫീലിംഗ് ഓവർ കോൺഫിഡൻസോട് കൂടിയിട്ട് ഇറക്കിയതായിരിക്കുന്ന കപ്പലായിരുന്നു ടൈറ്റാനിക്. പക്ഷേ അതിൻ്റെ ആദ്യ യാത്രയിൽ തന്നെ ഇടിച്ച് തകർന്നു പോയി. എന്തായിരുന്നു അറിയോ?
ആ കപ്പലിൻ്റെ സ്പെഷ്യാലിറ്റി നിങ്ങളും കേട്ടിട്ടുണ്ടാവും, ഡബിൾ ഹള്ളുള്ളതാണ്. പുറത്തെ ഹൾ അഥവാ തകർന്നു പോയാൽ പോലും അതകത്തെ ഹൾ അഥവാ വായു അറയിനുള്ളിൽ കപ്പൽ പൊന്തിക്കിടക്കുകയുള്ളൂ, താഴില്ല എന്ന് വിചാരിച്ചു. പക്ഷെ കൂട്ടിയിടിച്ചത് മഞ്ഞുമലയായിട്ടായിരുന്നു. മഞ്ഞുമലയുടെ പുറത്ത് കാണുന്നതിനേക്കാൾ 90% അകത്താണ്. ആ ഇടിയുടെ ആഘാതത്തിൽ അതിൻ്റെ അകത്തെയും പുറത്തെയും വായു അറകൾ അഥവാ ഹൾ പൂർണ്ണമായി തകർന്നു പോയി. അതുകൊണ്ടായിരുന്നു ടൈറ്റാനിക് അത് മുങ്ങിപ്പോയത്. അതിലപ്പുറം നമ്മുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ട് ഒരു ലൈഫ് ബോട്ട് പോലും അതിനുള്ളിൽ കരുതിയിരുന്നില്ല. മുങ്ങില്ല എന്നതായിരിക്കുന്നത് ദൃഢവിശ്വാസം കൊണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പേഴ്സണാലിറ്റി എൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന ഘടകങ്ങൾ പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ചില ആളുകളുള്ളിൽ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ പുറത്തുള്ള ലെയറുകളുടെ കട്ടി കാരണം കൊണ്ട് അതെങ്ങനെ ആ കട്ടി വന്നു? ജീവിതത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും മുന്നോട്ട് പോയ ദിവസങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ടതായിട്ടുള്ള പുറത്തെ ലെയറിൻ്റെ കട്ടി കൊണ്ട് അവർക്ക് അവരുടെ സ്കിൽ അഥവാ അവരുടെ എബിലിറ്റി, അവരുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന ക്വാളിറ്റി അവർക്ക് ലൈഫിൽ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജീവിതം എവിടെയെങ്കിലുമൊക്കെ ഒഴുകി നീങ്ങുന്നതായിരിക്കുന്ന കുറേ മഞ്ഞുമലകളെപ്പോലെ ആവാറുണ്ട്. തിരിച്ചറിയാൻ പറ്റിയാൽ എൻ്റെ ഉള്ളിലിരിക്കുന്നതായിരിക്കുന്ന അളവറ്റ നിധിയായിരിക്കുന്ന നമ്മുടെ സ്കിൽ, എൻ്റെ സ്വന്തമായിരിക്കുന്ന കഴിവ്, എൻ്റെ സ്വന്തമായിരിക്കുന്ന ടാലൻറ്റ്, എൻ്റെ ഉള്ളിൽ നിറച്ചു നിൽക്കുന്നതായിരിക്കുന്ന സ്പെഷ്യാലിറ്റി, അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ഐസ്ബർഗിന് പൊട്ടിച്ചു പുറത്തു വരാൻ സാധിച്ചാൽ ജീവിതം എവിടേക്കാണ് എത്തിച്ചേരുക എന്ന് പ്രവചിക്കാനാവാത്ത വിധം നമുക്ക് ജീവിതത്തിൽ അത്രയും ഹൈറ്റ്സിലേക്ക് പോകാനും പറ്റും. പക്ഷെ പൊട്ടിക്കണമെങ്കിൽ ഈ ലെയറുകളെ മനസ്സിലാക്കണം. എന്തൊക്കെയാണ് നമ്മുടെ മനുഷ്യ വ്യക്തിത്വത്തിൻ്റെ ലെയറുകൾ എന്ന് ഞാൻ ചുരുക്കം നിങ്ങൾക്കെന്ന് പറഞ്ഞുതരികയാണ്. ഒന്നാമത്തെ, ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കൊണ്ട് പഠനങ്ങൾ കൊണ്ട് വന്നു ചേരുന്നത്, മാതാപിതാക്കളിൽ നിന്ന് വന്നു ചേരുന്നതായിട്ടുള്ള ഘടകങ്ങൾ, പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് വന്നു ചേരുന്ന ഘടകങ്ങൾ, വായിച്ചറിഞ്ഞ കാര്യങ്ങളുടെ ആധാരത്തിലുള്ളത്, പാസ്റ്റ് ബർത്തിൻ്റെ ആധാരത്തിലുള്ളത്. ഇതിനേക്കാളൊക്കെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു അണ്ടർ കറൻ്റ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പൊട്ടിക്കാനുള്ളതായിട്ടുള്ള അണ്ടർ കറൻറ്റ്. അതിൻ്റെ പേരാണ് ഇച്ഛാശക്തി. ലോകത്തിൽ ഇച്ഛാശക്തി ഉണർത്തിയെടുത്ത ഒരാളെയും തടയാൻ ആർക്കും സാധിച്ചില്ല. ഒരൊറ്റ ഗാന്ധി നാണം കുണുങ്ങിയായിട്ട് ആൾക്കൂട്ടത്തിൽ സംസാരിക്കാൻ മടിച്ചിരുന്ന ഒരു മോഹൻ കരംചന്ദ് ഗാന്ധിജിയിലേക്ക് എത്തിയെങ്കിൽ ആ എനർജി പുറത്തേക്ക് പ്രവഹിച്ചപ്പോഴാണ്. ഒരു സാധാരണ കന്യാസ്ത്രീയായിരുന്ന മദർ തെരേസയിലേക്ക് ഉയർത്തപ്പെട്ടത് ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ ആഴത്തിൽ തുളയ്ക്കപ്പെട്ടു പോയപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയതായിരിക്കുന്ന അതിശക്തമായിരിക്കുന്ന ഇച്ഛാശക്തിയുടെ പ്രവാഹം കൊണ്ടാണ്. ഇന്ന് ഏത് മഹാത്മാവിൻ്റെ ചരിത്രം വേണമെങ്കിൽ എടുത്തോളൂ, എല്ലാവരുടെ ഉള്ളിൽ നിന്നും ആ ഇച്ഛാശക്തിയുടെ പുറത്തേക്കുള്ള പ്രവാഹം കൊണ്ടാണ്. പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പലരുടെയും മനസ്സിൽ വരും, അത് അവർക്ക് വിധിച്ചതല്ല, നമുക്കും നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇച്ഛാശക്തി അഥവാ വിൽ പവർ എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് പോസിറ്റീവ് തോട്ട് എനർജിയാണ്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്ന എനർജിയാണ്. ഒരൊറ്റ കെമിസ്ട്രി പഠിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഒരു വെള്ളം ഉണ്ടാകുന്നതിൻ്റെ രാസപ്രവർത്തനം എന്തെന്ന് ചിന്തിച്ചു നോക്കിയേ. 2 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റവും അവർ പരസ്പരം അടുത്ത് വരുന്ന സമയത്തുണ്ടാകുന്ന മൈന്യൂട്ടായിരിക്കുന്ന എനർജി ട്രാൻസാക്ഷൻ, ഇലക്ട്രോൺസിൻ്റെ അവയുടെ ആറ്റങ്ങളുടെ പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ഓർബിറ്റിൽ അതിൻ്റെ പ്രവാഹത്തിന് അഥവാ അതിൻ്റെ സ്പീഡ്, റൊട്ടേഷൻ്റെ സ്പീഡ് ഇരട്ടിയാക്കുന്നു. ഒരു ലിമിറ്റിലധികം എനർജി വന്ന സാധനം പുറത്തേക്ക് വന്നിരിക്കും. ഉടനെ അതൊരു പോസിറ്റീവ് അയോണുള്ളതായിരിക്കുന്ന അയോണുകളാകുന്നു. ആറ്റങ്ങൾക്ക് പകരം അയോണുകൾ കൂടിച്ചേർന്ന് സംയുക്തമുണ്ടാകുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമായിട്ട് മാറും. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കുടിക്കാനാവില്ല. ഓക്സിജൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദാഹം അകറ്റാൻ സാധ്യമല്ല. ഓക്സിജനും ഹൈഡ്രജനും കൂട്ടിച്ചേർക്കാൻ സാധിച്ചാൽ അത് ജീവൻ്റെ ആധാരമായിരിക്കുന്ന ജലമായിട്ട് പരിവർത്തനാവും. മനുഷ്യൻ്റെ ചിന്തകളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അമൂല്യമായിരിക്കുന്ന ശക്തി ഇത് തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് കൂട്ടിച്ചേർക്കേണ്ട സങ്കല്പധാരയെക്കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ സാധ്യതകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉറവിടത്തിനെ കണ്ടെത്തി വേണ്ട സങ്കല്പങ്ങളെ ഉണർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലെ അയോണുകൾ കൂട്ടിച്ചേർന്ന് പുതിയ രാസമാറ്റത്തിലൂടെ ജീവിതത്തിന് വിചാരിച്ച ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അഥവാ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഉള്ളിലുള്ളതായിട്ടുള്ള മാജിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ സാധിക്കും. ഇത് തന്നെയാണ് ഈ 21 ദിവസത്തെ കോഴ്സിൽ നമ്മൾ വിചാരിക്കുന്നതായിട്ടുള്ള നമ്മുടെ എയിം. നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഇനി നമുക്ക് കാണാം എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് കോൺഫിഡൻസ് ഒളിപ്പിച്ചു വെച്ച ഘടകങ്ങൾ, പൊട്ടിച്ചെറിയേണ്ടത് എന്തൊക്കെയാണ്, ഏതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ടാണ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഹൈറ്റ്സിൽ എത്തിക്കേണ്ടത്. അതിലൂടെ ആ രാസമാറ്റം
ആ കെമിക്കൽ ചേഞ്ച് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ എങ്ങനെ കൊണ്ടുവരാം, ഇതൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ കാണുന്നതായിരിക്കും. എന്തായാലും ഈ 3 ദിവസം നമ്മുടെ കൂടെ യാത്ര ചെയ്ത് നിങ്ങൾക്കെല്ലാം ഒരു സമ്മാനം തരാതെ എനിക്ക് പോകാനാവില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഹൈ എനർജറ്റിക് ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ദാഹം ഉണർത്താൻ 2 minutes മെഡിറ്റേഷൻ. ഓം ശാന്തി. നിങ്ങളുടെ മുറിയിൽ ധ്യാനം ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്ഥലത്ത് സ്വസ്ഥമായിരുന്നാലും ഒന്നുകിൽ തറയിൽ വിരിച്ച വിരിപ്പിൽ അഥവാ കസേരയിൽ. ശ്രദ്ധിക്കണം, കൈകൾ കാലുകളിൽ വിശ്രമിക്കുന്ന രീതിയിൽ കമഴ്ത്തി വച്ചിരിക്കണം. നട്ടെല്ല് നിവർന്നിരിക്കണം. കണ്ണുകൾ അർദ്ധനിമീലിത നേത്രങ്ങളായിക്കൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഉടക്കി വയ്ക്കണം. അഥവാ നിങ്ങൾക്കതിൽ ശ്രദ്ധ കുറയുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ കണ്ണടയ്ക്കാവുന്നതുമാണ്, കുഴപ്പമില്ല. പക്ഷെ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. അങ്ങനെ നമ്മുടെ ശ്രദ്ധയെ പുറം ലോകത്തുനിന്ന് പതുക്കെ പതുക്കെ ഈ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന് കാതോർത്ത് നോക്കിയേ, പുറമെ നിന്ന് എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ശബ്ദങ്ങളൊന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ടിരിക്കുകയല്ല, ഞാൻ എനിക്കൊപ്പം ഇരിക്കുകയാണ്. എന്നെ കാണാനിരിക്കുകയാണോ? അല്ല, ഞാൻ എന്നിലൊരു മാറ്റം കൊണ്ടുവരാൻ ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് എനിക്കൊരു മാറ്റം കൊണ്ടുവന്നേ പറ്റൂ. എൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ ശക്തികൾ ഉണർത്തിയേ പറ്റൂ. എൻ്റെ ജീവിതം മറ്റാരോ ഏതോ മൂലയ്ക്ക് ഇരുന്ന് ഒരു റിമോട്ട് കൺട്രോൾ കൊണ്ട് നിയന്ത്രിക്കുന്ന ഒന്നാകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അധികാരിയാണ്. തീർച്ചയായും എനിക്കെൻ്റെ ജീവിതത്തിൻ്റെ കീ എൻ്റെ കയ്യിലെടുക്കാൻ സാധിക്കുക ചെയ്യും. അതിന് എൻ്റെ സമൂലമായ പരിവർത്തനം, അകത്തും പുറത്തും ഒരുപോലുള്ള പരിവർത്തനം, ആന്തരിക വ്യക്തിത്വത്തിലും ബാഹ്യമായ വ്യക്തിത്വത്തിലും തികച്ചും പുതിയൊരു വ്യക്തിയായി തന്നെ, പുതിയൊരു പേഴ്സണാലിറ്റിയായി തന്നെ ഞാൻ പരിവർത്തനമാകും. എൻ്റെ ഉള്ളിൽ ആ പരിവർത്തനത്തിൻ്റെ ശക്തി കൊണ്ടുവരാനുള്ളതായ ദൃഢസങ്കല്പം ഞാൻ സ്വീകരിക്കുകയാണ്. യെസ്, ഞാൻ പുറത്തെ ലോകത്ത് നിന്ന് എന്നെ പൂർണ്ണമായും മുക്തനാക്കിക്കൊണ്ട്, ഡിറ്റാച്ചായിക്കൊണ്ട് ഈ കസേരയിൽ എൻ്റെ പരിവർത്തനത്തിന് വിധേയമായി എന്നെ തന്നെ സമർപ്പിച്ച് ഇരിക്കുകയാണ്. എന്നെ ആരാണ് പരിവർത്തനം ചെയ്യുന്നത്? മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എൻ്റെ പരിവർത്തകൻ. തീർച്ചയായും എനിക്ക് മാത്രമേ എന്നെ മാറ്റാൻ കഴിയൂ. എന്നാൽ ആ ശക്തി എൻ്റെ ഉള്ളിലുണ്ട്. അതിനെനിക്ക് ഉണർത്തണം. അതിനുവേണ്ടി ഞാൻ അകത്തേക്ക് നോക്കുകയാണ്. എൻ്റെ ശ്രദ്ധയെ ഈ ശരീരത്തിലെ കാലിൻ്റെ പെരുവിരൽ മുതൽ പതിയെ പതിയെ നീക്കുകയാണ്. കാൽപാദം മുതൽ 2 കാലുകളിലൂടെയും ശ്രദ്ധ പായിച്ച് കാൽമുട്ടുകളിലൂടെ തുടകളിലൂടെ അരഭാഗത്തിലൂടെ വയറും നെഞ്ചും ഷോൾഡറും പുറവുമെല്ലാം പതിയെ കൈവിരലുകൾ വരെ കഴുത്തിലൂടെ
തലച്ചോറിലൂടെ, മുഖത്തെ പേശികളിലൂടെ, ഇവിടെയെല്ലാം ഞാൻ എൻ്റെ ശ്രദ്ധയെ വായിക്കുന്നതിനൊപ്പം ഇതെല്ലാം റിലാക്സ്ഡ് ആയിരിക്കണം. കംപ്ലീറ്റ് റിലാക്സ്ഡ്. പതിയെ ഞാൻ എൻ്റെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരുന്നു. പ്രാണവായു അകത്തേക്കും പുറത്തേക്കും പ്രവഹിക്കുന്നു. എൻ്റെ ശ്രദ്ധ ശ്വാസത്തിനൊപ്പമാണ്. പതിയെ പതിയെ എൻ്റെ ശ്വാസം വളരെ മന്ദഗതിയിലായിരിക്കുന്നു. ഞാൻ കംപ്ലീറ്റ് റിലാക്സ്ഡ്. ഇപ്പോഴെൻ്റെ ശ്രദ്ധയെ ഭ്രൂമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. യെസ്, പരിവർത്തനം ബാഹ്യ ശരീരത്തിലല്ല, ഇവിടെയാണ് വേണ്ടത്. എൻ്റെ സങ്കല്പത്തിലാണ് പരിവർത്തനം വേണ്ടത്. എൻ്റെ സമീപനത്തിലാണ് പരിവർത്തനം വേണ്ടത്. എൻ്റെ ചിന്തയിലും വാക്കിലും കർമ്മത്തിലുമാണ് പരിവർത്തനം വേണ്ടത്. ഞാനെന്ന ആന്തരിക വ്യക്തിത്വം, സചേതനമായ ശക്തി, കപ്പലിൻ്റെ ചക്രത്തെ പോലെ ഈ വലിയ ശരീരത്തെ സുഗമമായി പ്രവർത്തിപ്പിക്കുന്ന ആന്തരിക ചൈതന്യമാണ്. ഞാനാണ് ഈ ജീവിതം തയ്യാറാക്കിയത്. എനിക്കെൻ്റെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും മാറ്റാനാകും. ഞാൻ ആ പരമമായ ശക്തിയോട് അതിനുള്ള സഹായം ആവശ്യപ്പെടുകയാണ്. The Supreme Light. ലോകത്തിൻ്റെ മുഴുവൻ ആദരണീയനായ ആ പരമമായ ശക്തി ഒരു സ്വർണ്ണ നക്ഷത്രമായി എൻ്റെ മുന്നിലെത്തിയിരിക്കുന്നു. ശീതളമായ സുവർണ രശ്മികൾ എൻ്റെ ശിരസ്സിലൂടെ അകത്തേക്ക് പ്രവേശിച്ച് എന്നെ തഴുകിക്കൊണ്ട് എൻ്റെ ശരീരത്തിൽ മുഴുവൻ നിറയുകയാണ്. നീ മഹാനാണ്, നീ ശക്തിശാലിയാണ്. ഈ സ്വർണ്ണ കിരണങ്ങൾ എനിക്ക് തരുന്ന സന്ദേശം ഇതാണ്. യെസ്, ഞാൻ മഹാൻ തന്നെയാണ്, ഞാൻ ശക്തിശാലിയാണ്. എൻ്റെ ജീവിതത്തെ മാറ്റാനുള്ള ശക്തി തീർച്ചയായും എനിക്കുണ്ട്. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എനിക്ക് മുന്നോട്ട് കുതിക്കാനുള്ള ചവിട്ടുപടികൾ മാത്രമാണ്. ഞാൻ ഇവയിൽ നിന്നെല്ലാം തന്നെ എനിക്ക് വേണ്ട പാഠം പഠിച്ച്
കുതിച്ചുയരുന്നതാണ്. എൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ശക്തി അതെൻ്റെ ഉള്ളിൽ തന്നെയാണ്. എൻ്റെ ഉള്ളിൽ നിന്നും അതിശക്തമായ സുവർണ്ണ കിരണങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലേക്കും പ്രവഹിക്കുന്നു. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ്. യെസ്, ഐ ക്യാൻ ചേഞ്ച് ഇറ്റ്. യെസ്, ഐ ക്യാൻ അച്ചീവ് ഇറ്റ്. ഐ ആം സക്സസ്ഫുൾ. I am successful. I can do it. I can change myself. ഞാൻ ആ സുവർണ്ണ കിരണങ്ങളെ എൻ്റെ ശക്തിയായി എന്നിലേക്ക് ആഹ്വാനം ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ പരിവർത്തനം ചെയ്യുമെന്ന് എന്നോട് പ്രതിജ്ഞയെടുക്കുകയാണ്. എൻ്റെ ആന്തരിക ശക്തികൾ ഉണർന്നിരിക്കുന്നു. എനിക്കെന്തും നേടാനാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിയാകുക തന്നെ ചെയ്യും. അടുത്ത നിമിഷം നിങ്ങൾ നിർത്തരുത്. കുറച്ചു സമയം കൂടിയിരുന്ന ശേഷം ആ സ്വർണ്ണ കിരണങ്ങളെ ശരീരത്തിന് ചുറ്റുമൊരു പ്രഭാമണ്ഡലമായി ആവാഹിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ പരിവർത്തനത്തിൻ്റെ യാത്ര ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് എൻ്റെ എല്ലാ ചുവടുകളിലും നിർബന്ധമായും ഞാൻ ജയിച്ചിരിക്കും, ഞാൻ ചെയ്തിരിക്കും, ഞാൻ പരിവർത്തനം കൊണ്ടുവന്നിരിക്കും എന്ന ദൃഢസങ്കല്പത്തോടെ ആരംഭിക്കണം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.